ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അടുത്ത പോർഷൻ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാ കമ്പോണന്റ് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു റൂമിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബെഡ് പിന്നെ നമുക്ക് അതിനകത്ത് ടേബിൾ സ്റ്റോറേജിനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മള് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ എഗൈൻ പ്ലിന്ത് ലെവലിൽ വന്നു. അപ്പൊ ഇത്രയും നേരം നമ്മൾ വാള് ഡോറ് വിൻഡോ ഇതെല്ലാം ചെയ്തു. പിന്നെ ഫ്ലോർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ കമ്പോണന്റ്സ് പ്ലേസ് ചെയ്യാം നോക്കാം. അപ്പൊ ദാ ഇവിടെയായിട്ട് ആർക്കിടെക്ചർ ടാബില് വിൻഡോയ്ക്ക് ശേഷമായിട്ട് കമ്പോണന്റ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ടാവും. അത് എക്സ്പാൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്ലേസ് എ കമ്പോണന്റും രണ്ടാമത് മോഡൽ ഇൻ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനുമാണ്. പ്ലേസ് എ കമ്പോണന്റിനകത്താണ് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കമ്പോണന്റ്സ് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു ബെഡ് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ടോയ്ലറ്റിനകത്ത് ഒരു ക്ലോസറ്റ് പ്ലേസ് ചെയ്യാം, കിച്ചണിനകത്ത് എനിക്കൊരു സിങ്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് പ്ലേസ് എ കമ്പോണന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഈ മോഡൽ ഇൻ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ കാണാറുണ്ടല്ലോ, നമ്മൾ സൺഷെയ്ഡ് ഫ്രണ്ടില് വിൻഡോയ്ക്ക് ഇങ്ങനെ ബോക്സ് ടൈപ്പ് സൺഷെയ്ഡ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാറൊക്കെ ഇല്ലേ, അതുപോലുള്ള സൺഷെയ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡിസൈൻസോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് മോഡൽ ഇൻ പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഇനി പഠിക്കും. ഫസ്റ്റ് ഞാൻ പ്ലേസ് എ കമ്പോണന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ഞാൻ പ്ലേസ് എ കമ്പോണന്റ് എടുത്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കമ്പോണന്റ്സ് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലോഡ് ചെയ്ത കമ്പോണന്റ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ഈ ഒരു എം ഡെസ്ക് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ബെഡാണ് ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓൾറെഡി ഞാനൊരു ബെഡ് ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ആ ഒരു ഓപ്ഷൻ കാണണം എന്നില്ല. അങ്ങനെ നമുക്ക് ബെഡിനെ ലോഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഡ് ഫാമിലിയിൽ വരാം. ലോഡ് ഫാമിലിയിൽ വന്ന ശേഷം ഞാനിപ്പോ ലൈബ്രറി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറിലോട്ട് വന്നു. ഞാനിവിടെ ലൈബ്രറീസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ സെപ്പറേറ്റ് ഡോക്യുമെന്റ്സിലാണ് സേവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് എനിക്കിപ്പോ ഈ ഒരു ലൈബ്രറീസ് എടുക്കുമ്പോൾ കുറച്ച് ഹാങ് ആവുന്നുണ്ട്. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എവിടേക്കാണ് ഇരിക്കുന്നതെന്നുള്ളത് ഏതൊക്കെ ഫോൾഡറിലാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, US മെട്രിക് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ബെഡ്സ് ആണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ബെഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. ദാ ഇവിടെ ആയിട്ട് ഒരു ഫർണിച്ചറിന്റെ ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ബെഡ്സിന്റെ ഒരു ഫോൾഡർ ഉണ്ടാവും. ഇവിടെ ഇപ്പോ ഒരു ടൈപ്പേ ഉള്ളൂ. ആ ഒരു ബെഡിന്റെ ഒരു ഫോൾഡറിനകത്ത് ഒരു ബെഡ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിവിടെ ലോഡായി വരും. ഞാൻ ചിലപ്പോൾ ചില 2-3 ഒക്കെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഹാങ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഇവിടെ ലോഡ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നതിനെയാണ് കേട്ടോ പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലാണ്ട് ലോഡ് ചെയ്ത് തന്നെ വെക്കുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലോഡ് ആയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താലും മതി, അത് ലോഡ് ആയിക്കോളും. അപ്പൊ ഞാൻ ഇതിനെ ലോഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഞാനിവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ബെഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ട്വിൻ ഉണ്ട്, ഡബിൾ ഉണ്ട്, ക്വീൻ ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ സൈസ് ആയിരിക്കും. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക. ഇൻ കേസ് ഇപ്പൊ എനിക്ക് അതിനെ എഡിറ്റ് ചെയ്യണം, കുറച്ചും കൂടി സൈസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ടൈപ്പിൽ പോവാ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇപ്പൊ എനിക്ക് ഈ ഒരു ബെഡ്റൂമിനകത്ത് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ബെഡ്റൂമിന്റെ പോർഷനിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഇത് നമുക്ക് 3Dയിൽ പോയി നോക്കാം അത് എങ്ങനെയാ ഇരിക്കുന്നതെന്ന്. കണ്ടോ, നമ്മൾ പ്ലേസ് ചെയ്ത ബെഡ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് ഓരോ കമ്പോണന്റ്സിനെ ലോഡ് ചെയ്ത് വെക്കാം. ഞാൻ ലോഡ് ഫാമിലിയിൽ പോയി ലൈബ്രറീസിനകത്തുനിന്ന് ഇനി എനിക്ക് വെക്കേണ്ടത് ഇതിനകത്ത് ഫർണിച്ചറിനകത്ത് തന്നെ ഫർണിച്ചർ ഹോം എന്ന് പറയുന്നതിനകത്തും വേറെ ഇതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ലൈബ്രറീസിൽ ഫർണിച്ചർ ഹോമിനകത്തും ചിലതിൽ നിങ്ങൾക്ക് ഫർണിച്ചർ ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഫർണിച്ചർ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ. അപ്പം ഈ ഒരു ലൈവിട്ട് ഇപ്പൊ നമുക്ക് ബെഡ്സിനകത്ത് ഇതിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഇത് ഒരുപാട് ടൈപ്പ് ബെഡ്സ് ഉണ്ടാവും. ഇനിയിപ്പോ നമുക്ക് ബെഡ് അല്ല വേറെ ഇപ്പൊ ചെയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെയേഴ്സ് കാണാം. ഞാനിപ്പോ അതൊന്നും ലോഡ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഹാങ് ആയി പോവും. പിന്നെ നമ്മൾ സേവ് ചെയ്തതെല്ലാം പോവും. സോ ടേബിൾസ് എടുക്കുവാന്നുണ്ടെങ്കിലും ഒരുപാട് ടൈപ്സ് ഓഫ് ടേബിൾസ് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഫർണിച്ചറിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്, ബെഡ്, ടേബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോ നമുക്ക് കിച്ചണിനകത്ത് വെക്കുന്ന കുറച്ച് കമ്പോണന്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലൈബ്രറീസിനകത്ത് വരുമ്പോൾ US മെട്രിക്കിനകത്ത് കേസ് വർക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും.
ഇപ്പൊ കേസ് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് കണ്ടോ പലതരത്തിലുള്ള എന്ത് കാണാൻ പറ്റും, ഈ കൗണ്ടർ ടോപ്സ് നമുക്ക് കിട്ടും. ചില കൗണ്ടർ ടോപ്സിന്റെ കൂട്ടത്തിൽ സിങ്കും കൂടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കൗണ്ടർ ടോപ്സിന്റെ പേര് ഇങ്ങനെ എം കൗണ്ടർ ടോപ്പ് എൽ ഷേപ്ഡ് വിത്ത് സിങ്ക് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൗണ്ടർ ടോപ്പിന്റെ കൂടെ സിങ്കും കൂടെ അവൈലബിൾ ആയിരിക്കും. അതാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അപ്പൊ അതിവിടെ ലോഡായി വരും. കണ്ടോ? ഇനി എനിക്ക് അത് കിച്ചണിൽ പ്ലേസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ കിച്ചണിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോർണർ ടൈപ്പ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനെ കറക്റ്റ് ഓറിയന്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണോ ഓറിയന്റ് ചെയ്ത് കിട്ടേണ്ടത് അതുവരെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് 3D പോയി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കിച്ചണിൽ എന്തായിട്ട് വന്നിട്ടുണ്ട്, ആ ഒരു കൗണ്ടർ ടോപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അടുത്ത കമ്പോണന്റ്, അടുത്ത കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ബേസ് ക്യാബിനറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു കിച്ചണിനകത്ത് നമ്മൾ വെസൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന കൗണ്ടർ ടോപ്സിന് താഴെയായിട്ട് ഇങ്ങനെ കബോർഡ്സ് ഒക്കെ പ്ലേസ് ചെയ്യാറില്ലേ, അതുപോലെ കബോർഡ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പോണന്റിനകത്ത് തന്നെ ഇതുപോലെ കേസ് വർക്ക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് പോയിട്ട് ലോഡ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടില്ല, നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ലോഡ് ഫാമിലിയിൽ പോയി കൗണ്ടർ ടോപ്സിന്റെ അതായത് കേസ് വർക്കിനകത്ത് തന്നെ ആണ് നമ്മൾ കൗണ്ടർ ടോപ്സ് കണ്ടത്. അവിടെ തന്നെ നമുക്ക് ബേസ് ക്യാബിനറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ കാണാൻ പറ്റും. അതിൽ ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ബേസ് ക്യാബിനറ്റ് ഡബിൾ ഡോർ 2 കാണാൻ പറ്റും. പിന്നെ നമുക്ക് സിങ്കിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് പർപ്പസിനല്ലാതെ സിങ്കിനെ കവർ ചെയ്യാനായിട്ട് നമുക്ക് ബേസ് ക്യാബിനറ്റ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് അത് പേര് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. സിങ്ക് യൂണിറ്റ് അതായത് ഇതെന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോറേജ് പർപ്പസിനായിരിക്കില്ല, നമ്മൾ സിങ്കിന്റെ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതിന് പേര് വരുന്നത് ഡബിൾ ഡോർ സിങ്ക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ എനിക്ക് ഇതാണ് ലോഡ് ചെയ്യണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. പ്ലിന്ത് ലെവലിൽ വന്ന ശേഷം നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലല്ല, തിരിച്ചാണ് എനിക്ക് ഓറിയന്റ് ചെയ്ത് വരേണ്ടത്. അപ്പൊ ഞാൻ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തു. രണ്ട് തവണ ഞാൻ പ്ലേസ് ചെയ്തു, അതുകൊണ്ട് രണ്ട് കമ്പോണന്റ് വന്നത്. ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ കറക്റ്റ് അത് അങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന്റെ താഴെയുള്ള ബേസ് ക്യാബിനറ്റ് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞായിരിക്കുന്നത്. അപ്പൊ എനിക്ക് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക, സ്പേസ് ബാർ കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ റൊട്ടേറ്റ് ആയി കിട്ടും. കണ്ടോ? ഇങ്ങനെ ഇത് ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിലാണ് വേണ്ടത്. പക്ഷെ ഇപ്പൊ റൊട്ടേറ്റ് ചെയ്തപ്പോൾ അത് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അതിനെ അലൈൻ ചെയ്ത് വെക്കാം. പ്ലിന്ത് ലെവലിൽ പോവാ. അതിനുശേഷം ഇവിടെ നിന്ന് ഞാനിപ്പോ അതിനെ കുറച്ചും കൂടെ മൂവ് ചെയ്ത് സൈഡിലോട്ട് വെക്കുവാണ്. എന്നിട്ട് അലൈൻ ഓപ്ഷൻ എടുക്കുക. വാൾ കമ്പോണന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അലൈൻ ഓപ്ഷൻ കിട്ടും. അലൈൻ ഓപ്ഷൻ എടുക്കുക. എങ്ങോട്ടേക്കാണോ അലൈൻ ചെയ്യേണ്ടത് ആ ബൗണ്ടറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിനെ കൂടെ ബേസ് ക്യാബിനറ്റിനെ കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അലൈൻ ആയിട്ട് നിൽക്കും. ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ വിഡ്ത്ത് കുറച്ച് കൂടുതലാണ്. അതിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ വരിക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം വിഡ്ത്ത് മാറ്റി കൊടുത്താൽ മതി. വിഡ്ത്ത് ഇപ്പൊ എനിക്കൊരു 60 കുറഞ്ഞു പോകുമെന്ന് അറിയില്ല, ഒരു 80 കൊടുത്തിട്ട് നോക്കാം. ഞാൻ 80 കൊടുത്തു. ആ ഒരു വിഡ്ത്ത് ആണ് ചേഞ്ച് ആയിട്ടുള്ളത്. നോക്കട്ടെ, ഞാൻ സിങ്കിന് എത്രയാ കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ. 62 ആണ് ഡെപ്ത് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡെപ്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടെ അത് അകത്തോട്ട് മാറിയിട്ടുണ്ട്. ഡെപ്ത് ഞാൻ മാറ്റിപ്പോ അത് കുറച്ചും കൂടെ അകത്തോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ബേസ് ക്യാബിനറ്റ്സിനെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുക. ഇതിപ്പോ ഞാൻ ഒരു ബേസ് ക്യാബിനറ്റ്സേ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബേസ് ക്യാബിനറ്റ്സ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. കൗണ്ടർ ടോപ്സിന്റെ ലെങ്ത് ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. എങ്ങനെയാന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആരോ കീസ് കാണാൻ പറ്റും. ഈ ഒരു ആരോ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ലെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഓരോ കമ്പോണൻസിനെയും പ്ലേസ് ചെയ്യാം. അപ്പൊ എനിക്കൊരു ഡൈനിങ് ടേബിൾ ആണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആർക്കിടെക്ചറിനകത്ത് കമ്പോണന്റിൽ വരാം. ലോഡ് ഫാമിലിയിൽ വരുമ്പോഴത്തേക്കും ഇപ്പോ
ലൈബ്രറീസിനകത്ത് തന്നെ US മെട്രിക്കിനകത്ത് ഫർണിച്ചറിനകത്ത് നമുക്ക് ടേബിൾസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് ഡൈനിങ് ടേബിൾ ഉണ്ടാവും. ദാ ഡൈനിങ് റൗണ്ട് ഉണ്ട്. വിത്ത് ചെയർ ഉള്ള ഡൈനിങ് ടേബിളും ഉണ്ട്. അപ്പം നമ്മൾ വിത്തൗട്ട് ചെയർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്ത ശേഷം പിന്നെ സീറ്റിംഗ്സിനകത്ത് പോയിട്ട് സീറ്റിംഗ് എന്ന് പറയുന്ന ഫോൾഡർ കാണാൻ പറ്റും ഫർണിച്ചറിനകത്ത് തന്നെ. അതിനകത്ത് കുറച്ച് ചെയേഴ്സ് ഉണ്ടാവും. ആ ചെയേഴ്സിനെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്താലും മതി. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡൈനിങ് ടേബിൾ വിത്ത് ചെയേഴ്സിനെ മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ അതും എടുക്കാം. ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുവാണ്. അപ്പൊ അതിവിടെ ലോഡ് ആയിട്ടുണ്ട്. ഞാൻ ദാ ഇവിടെ ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്ത ശേഷം എനിക്ക് ഇതിനെ ഇപ്പോൾ 4 ചെയേഴ്സ് ആണ് ഉള്ളത്. ഇൻ കേസ് എനിക്ക് അതൊരു 6 ചെയേഴ്സ് ഉള്ളൊരു ഡൈനിങ് ടേബിൾ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ വരിക. എഡിറ്റ് ടൈപ്പിൽ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ചെയേഴ്സിന്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് മുന്നേ ഡ്യൂപ്ലിക്കേറ്റും കൂടി ചെയ്യണം. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡൈനിങ് എന്ന പേര് കൊടുത്തു. അതിനുശേഷം നമ്പർ ഓഫ് ചെയേഴ്സ് മാറ്റുവാണ്. ഞാൻ 6 കൊടുത്തു. അപ്പൊ 6 ചെയേഴ്സ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടേബിളിന്റെ റേഡിയസും ഇൻക്രീസ് ചെയ്യണം. സോ റേഡിയസിലോ അല്ലെങ്കിൽ ഡയമീറ്ററിലോ വ്യത്യാസം വരുത്തുക. ഞാൻ റേഡിയസ് ഒരു 60 കൊടുക്കുവാണ്. 60 കൊടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ എന്താണ്, ആ ഒരു ടേബിളിന്റെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയേഴ്സിന്റെ നമ്പേഴ്സും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോ ഫോൾഡറിനകത്തും ഓരോരോ കമ്പോണൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാം. അപ്പൊ ഇനി ഇൻ കേസ് എനിക്ക് ക്ലോസറ്റ് ആണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കമ്പോണന്റിൽ പോവുക, പ്ലേസ് എ കമ്പോണന്റ് എടുക്കുക. ലോഡ് ഫാമിലിയിൽ പോകുമ്പോഴത്തേക്കും US മെട്രിക്കിനകത്ത് പ്ലംബിംഗ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ കാണാൻ പറ്റും. അതിനകത്ത് വാട്ടർ ക്ലോസറ്റ്സ് കാണാൻ പറ്റും. അതിൽ ഈ ഒരു 3D എന്താണ് ക്ലോസറ്റിനെ സെലക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അത് ലോഡ് ആവും. അത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ ഓറിയന്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് ഓരോ കമ്പോണൻസിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക.